ഉപ്പൂറ്റി വേദന, കാലിൻ്റെ വെള്ളയിൽ സൂചി കുത്തുന്നത് പോലെയുള്ള ഒരു പെയിൻ, കാലിൻ്റെ വെള്ളയുടെ ഭാഗത്തുള്ള വേദനകളും മരവിപ്പും മാറാൻ സഹായിക്കുന്ന ഏതാനും യോഗ എക്സസൈസുകളാണ് ഇന്നത്തെ വീഡിയോ. പ്ലാന്റർ ഫാസിറ്റേഴ്സ് എന്ന് പറയും. ഈ മിക്കവർക്കും ഉള്ളതാണ്. രാവിലെ എണീക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ വയ്യാത്തതുപോലെ ഉപ്പൂറ്റിക്കകത്ത് കാലിൻ്റെ വെള്ളയിൽ വേദന എടുക്കുക. അപ്പം അത് മാറാൻ ഈ പറയുന്ന എക്സസൈസുകൾ ഡെയിലി ചെയ്യുക. ആദ്യം നമുക്ക് കാല് നീട്ടിയിരുന്നിട്ട് കാല് നീട്ടിയിരിക്കുക. എന്നിട്ട് കാലിൻ്റെ ഈ വിരലുകൾ ഒന്ന് താഴേക്ക് സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. കാലിൻ്റെ വിരലുകളെല്ലാം ഇങ്ങനെ മടക്കി പിടിക്കുക. ഏതാനും സെക്കൻഡ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് റിലീസ് ചെയ്യുക. വിരലുകൾ സ്പ്രെഡ് ചെയ്ത് പിടിക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പിടിക്കുക. വീണ്ടും വിരലുകൾ മടക്കി പിടിക്കുക, സ്ക്യൂസ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. ഓക്കെ. വീണ്ടും സ്ക്യൂസ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. ഈ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണിത്. ഇങ്ങനെ നിങ്ങളൊരു 20 ടൈംസ് എല്ലാ ദിവസവും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാലില് കുത്തിപ്പോകുന്നത്. എവിടെയെങ്കിലും സപ്പോർട്ട് പിടിച്ചിട്ട് ഭിത്തിയുടെ അടുത്ത് നിന്നിട്ട് വിരലിൽ കുത്തി ഉയരുക. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സാവധാനം താത്തി ഓപ്പോസിറ്റ് ഇങ്ങനെ ഉപ്പൂറ്റി കുത്തി ഉയർന്നു നിൽക്കുക. വിരൽ ഉയർത്തി ഉപ്പൂറ്റി കുത്തുക. വീണ്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വിരലുകളിൽ ഉയർന്നു നിൽക്കുക. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സാവധാനം താഴ്ന്ന് ഉപ്പൂറ്റി നിലത്തൂന്നി വിരലുകൾ ഉയർത്തുക. സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. എവിടെയൊക്കെ സപ്പോർട്ട് പിടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. വീണ്ടും റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഇത് നിങ്ങളൊരു 10 തവണ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു ബോള് ടെന്നീസ് ബോളോ അല്ലാതെ കുട്ടികൾ കളിക്കുന്ന ബോളോ ഒക്കെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുക. നിങ്ങൾ ഒരു ചെയറിൽ ഇരുന്നിട്ട് ചെയ്യുക. സാധാരണ റബ്ബർ ബോളോ ടെന്നീസ് ബോളോ എന്തെങ്കിലും ഈ ഒരു വലുപ്പത്തിൽ വാങ്ങിച്ചിട്ട് സാധാരണ ഇങ്ങനെ റോൾ ചെയ്യിക്കുക. 2 കാലും മാറി മാറി ഇങ്ങനെ ചെയ്യുക. ഏത് കാലിലാണോ കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് ആ കാലിന് കൂടുതൽ തവണ ചെയ്യുക. ഇത് കാലിൻ്റെ ഉൾവശത്തെ പിള്ളേരുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ സഹായിക്കും. ഓക്കെ. ഇനി നമുക്ക് മറ്റേ കാര്യം ചെയ്യാം. ഇങ്ങനെ പലതവണ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഒരു ടർക്കിയോ എന്തെങ്കിലും ഇട്ടിട്ട് കാല് ചവിട്ടിയിട്ട് ഇങ്ങനെ വെക്കുക. ഈ ടർക്കിയെ ഇങ്ങോട്ട് വലിക്കുന്നത് പോലെ വിരലുകൾക്ക് നല്ലൊരു മൂവ്മെന്റ് വരും, സർക്കുലേഷൻ കൂടും. ഇങ്ങനെ വെക്കുക. ഇത് നമ്മൾ ഇരുന്നിട്ട് കാലിൻ്റെ വിരൽ മടക്കുകയും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഇഫക്റ്റ് തന്നെ വരും. മാറി മാറി ഇങ്ങനെ. ഇതുമൊക്കെ ഒരു സപ്പോർട്ടോട് കൂടി ചെയ്യുക. ഭിത്തിയിൽ എവിടെയെങ്കിലും പിടിച്ചു നിന്ന് അല്ലെങ്കിൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. മാറി മാറി 2 കാലുകൾ ഇങ്ങനെ ചെയ്യുക. ഇനി അടുത്ത എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇങ്ങനെ കുത്തി സാവധാനം ഫോൾഡ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത കാലം കുത്തി സാവധാനം വിരലുകൾ കുത്തി നടക്കുക. വീണ്ടും കുപ്പൂറ്റി കുത്തുക. സാവധാനം വിരലുകൾ താഴ്ത്തുക. അല്പം ഫോഴ്സ് ചെയ്ത് കുപ്പൂറ്റി കുത്തുക. സാവധാനം പാടുക. ഇങ്ങനെ നടക്കാതെ
ഇങ്ങനെ സാവധാനം താഴ്ത്തുക. എല്ലാ ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടി 1 by 1 ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഭിത്തിയിൽ പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്യാം. വിരലുകൾ ഉയർത്തുക, താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക, ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് കാല് രണ്ടും ഭിത്തിയിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. ഭിത്തിയുടെ അടുത്തോട്ട് കട്ടിൽ ചേർത്തിട്ടിട്ട് നമ്മൾ കിടന്ന കാലുകൾ രണ്ടും ഭിത്തിയിലേക്ക് പ്രസ് ചെയ്ത് അല്പം ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അല്പസമയം പ്രസ് ചെയ്ത് പിടിക്കുക. പിന്നെ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് കാലുകൾ ആ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ മൂവ് ചെയ്യിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കാലിൻ്റെ വെള്ളയിൽ, കാലിൻ്റെ ഉൾവശത്തുള്ള ആ വേദന പോകാൻ നല്ലതാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.